അപ്പോൾ നമുക്ക് നമ്മുടെ സെഷ്വാൻ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിത് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. വെജിറ്റബിൾസ് ചേർത്തിട്ട് ചെയ്യാം, ചേർക്കാതെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചിക്കൻ ഒഴിവാക്കിയിട്ട് സെഷ്വാൻ വെജ് നൂഡിൽസ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ എഗ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവോള, 2 ക്യാരറ്റ്, ഒരു 1/4 കിലോ ക്യാബേജ്, ഈ വലിപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്, 2 മുട്ട ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കിലോയുടെ പാക്കറ്റാണ് നൂഡിൽസ് ഉള്ളത്. ഇതിൽ നിന്ന് ഞാൻ 1/4 കിലോയാണ് എടുക്കുന്നത്. അപ്പോൾ 1/4 കിലോ നൂഡിൽസിന് 10 കപ്പ് വെള്ളം, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്തൊന്ന് തിളപ്പിച്ചിട്ട് ഈ നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ, ഒരു 1/4 ഭാഗം നൂഡിൽസ് കുക്കായി വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ആദ്യം നൂഡിൽസ് കുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോയ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാൻ നമ്മൾ സെഷ്വാൻ സോസ് ചേർക്കുന്നതാണ്. പിന്നെ എടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1 മുട്ടയും, 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ കോൺഫ്ലവർ ചേർക്കാം. അത് നമുക്ക് എത്ര കോട്ടിംഗ് വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഒന്ന് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം, 1 ടീസ്പൂൺ മതി. ഇനി ഇതും മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദപ്പൊടിയോ കോൺഫ്ലവറോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുഴപ്പമില്ല, ഞാനിനി മൈദപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുന്നേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസും കുക്ക് ചെയ്തെടുക്കാം, വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ജൂലിയൻ കട്ടിങ് ആണ് ഭംഗി ഉണ്ടാവുക നമ്മുടെ നൂഡിൽസിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ എത്ര ക്യാരറ്റ് വേണം, ക്യാബേജ് വേണം എന്നുള്ളതൊക്കെ അനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 5 or 6 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെ ഞാൻ നൂഡിൽസ് ഒരു 3.5 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ കുക്ക് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് ഈ സ്ട്രെയിനർ കാണിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒട്ടാതെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നൂഡിൽസ്. അപ്പോൾ ആ കുക്കിംഗ് ടൈം അതിലെഴുതിയിട്ടുണ്ടാവും നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ പുറമെ. അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസ് റെഡിയാക്കാം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചിക്കൻ എപ്പോഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് സാധാരണ ഫ്രൈഡ് റൈസിന് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. വേഗം ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും, അധികം സമയം എടുക്കില്ല. അടുത്ത സൈഡും ഒന്ന് ഇതുപോലെ കളർ ചേഞ്ച് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, മുട്ട ചേർത്താലും നല്ലതാണ്. മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുപാട് ചെറിയ പീസുകളായി പോവാതെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുക.
ഫ്രൈഡ് റൈസിലുള്ള വലിപ്പം എന്ന് പറഞ്ഞാൽ അതെ, ഫ്രൈഡ് റൈസിൻ്റെ വലിപ്പത്തിൽ, ഫ്രൈഡ് റൈസിൽ നമ്മൾ മുട്ട ചേർക്കില്ലേ, ആ ഒരു വലിപ്പത്തിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കാം. കുരുമുളക് ഇടാൻ മറന്നതാണ്. ഇല്ല, കുരുമുളക് ഇടാതിരുന്നിട്ട. സെഷ്വാൻ സോസ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കാതെ സ്ക്രാമ്പിൾ ചെയ്യാൻ എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം. അപ്പോൾ സെഷ്വാൻ സോസിൻ്റെ എരിവും ചില്ലി സോസിൻ്റെ എരിവും എല്ലാം കൂടി വരുമ്പോൾ പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വേണ്ടല്ലോ. നമ്മൾ ചിക്കനിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴാണ് നിങ്ങൾ ജിഞ്ചറും ഗാർലിക്കും ചേർക്കുന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ചേർക്കേണ്ടത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിരുന്ന അതേ എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ്, ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ സവോള. ക്യാപ്സിക്കം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ, ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറി പോവാതിരിക്കാനായിട്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഒരുപാട് വെജിറ്റബിൾസ് ഓവർ കുക്കായി പോരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കാവുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോ സ്മെല്ലൊന്ന് മാറി വരികയും ചെയ്യണം. ഇതിലേക്ക് നമുക്കിനി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചില്ലി സോസും സെഷ്വാൻ സോസും അതുപോലെ തന്നെ സോയ സോസും ചേർക്കാം. പിന്നെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയില്ല. നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും പഞ്ചസാര ചേർക്കുമ്പോൾ. ഇത്രയുമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചിക്കൻ ഉപ്പുള്ളതാണ്, മുട്ടയ്ക്ക് ഉപ്പുള്ളതാണ്, സോസുകൾക്കെല്ലാം ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കരുത്. നൂഡിൽസൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. നമുക്കിനി ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ഈ സോസുകളുടെ എല്ലാം ആ ഒരു റോ സ്മെല്ല് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ കുക്കിങ്ങും ഹൈ ഫ്ലെയിമിലാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫോർക്കോ ഒരു സ്പാറ്റിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനിയിപ്പോൾ നമ്മുടെ ചിക്കനും മുട്ടയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും എല്ലാം ചേർക്കുകയാണ്. ഇനി എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അടിഭാഗത്തുള്ള നൂഡിൽസൊക്കെ നേരെ മുകളിലേക്ക് ആക്കിയെടുക്കണം. ഒരു സെക്കൻഡ്. ഇതുപോലെ ഒന്ന് ടോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായി വന്നോളും. എൻ്റെ കൈ ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. ഇനി കിച്ചൂസ് മിക്സ് ചെയ്തോളും.
അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇതാ നന്നായിട്ട് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അത് നീളം കുറച്ച് കട്ട് ചെയ്യാം, നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യാം, ഇങ്ങനെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നൂഡിൽസിന് കുറച്ച് തിളക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന എണ്ണ ഏറ്റവും ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വയ്ക്കുക, അതൊന്ന് മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല തിളക്കം ഉണ്ടാവും. അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ നൂഡിൽസിന് തിളക്കം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെഷ്വാൻ ചിക്കൻ നൂഡിൽസ് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെഷ്വാൻ ചിക്കൻ നൂഡിൽസ് നമ്മൾ 2 ബൗളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബൗളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റിലും ബ്ലാക്കിലും പ്രസൻറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. മേലെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉടനെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. സെഷ്വാൻ സോസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. വീട്ടിലുണ്ടാക്കുന്ന സെഷ്വാൻ സോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെഷ്വാൻ സോസ് വീട്ടിലുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചില്ലി സോസ് മാത്രം യൂസ് ചെയ്തിട്ട് സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലാതെ സാധാരണ നോർമൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെക്കുമ്പോഴത്തേക്കും അതിൽ ഇതിനകത്ത് ചേർക്കാതെ കുറച്ച് ക്യാരറ്റ് മാറ്റി വെക്കണം, വേവിക്കാതെ കുക്ക് ചെയ്യാതെ. എന്നിട്ട് ഇത് ഇതുപോലെ സെർവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് മേളിൽ ആ ക്യാരറ്റ് എടുത്തൊന്നും ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന് കാണാൻ നല്ലൊരു കളർഫുൾ ആയിട്ട് നല്ലൊരു ലുക്ക് ആയിരിക്കും. അതെ, ആ ക്യാരറ്റിന്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് നിൽക്കും. ഇതിപ്പോ കുക്കായ ക്യാരറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് അധികം എടുത്ത് നിൽക്കുന്നില്ല. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. കുട്ടികൾക്കാണെങ്കിൽ നൂഡിൽസ് ഒക്കെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാവും. ഇതാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി. അപ്പൊ വേറെ കാര്യമുണ്ട്, നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ ഇടായിരുന്നത് എന്താന്ന് ഓർക്കൂല. അതെ, ഞങ്ങൾ എടുത്ത് വെക്കാൻ ധൃതിയിൽ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ സമയം ഇപ്പോൾ 1 മണിയായി, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും തരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ചാനൽ, വ്ളോഗ് ചാനൽ നീതാസ് വ്ളോഗ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ആ വീഡിയോയുടെ താഴെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.